നമസ്കാരം. തന്ത്ര ആൻഡ് ഇൻസൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തന്ത്രത്തിൻ്റെ ഡിവിഷൻസ് പറയുകയും അതോടൊപ്പം തന്നെ തന്ത്രഗ്രന്ഥങ്ങൾ എത്രത്തോളമുണ്ട് എന്ന് പറയുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മുടെ ദൗത്യം. പക്ഷേ അതിനിടയ്ക്ക് മറ്റു കാര്യങ്ങൾ വന്നതുകൊണ്ട് തന്നെ ക്ലാസ് വളരെ വലുതാവും എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇന്നത്തേക്ക് മാറ്റിവെച്ചു. ഇന്ന് നമുക്ക് യുഗധാരണകളെക്കുറിച്ചും ഓരോ യുഗത്തിലും എത്രത്തോളം തന്ത്രഗ്രന്ഥങ്ങൾ ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ചും ഓരോ യുഗത്തിലും വേദവ്യാസൻ പുരാണ ഇതിഹാസങ്ങൾ രചിക്കുന്നത്, വേദത്തെ പകർത്തുന്നതും പുരാണ ഇതിഹാസങ്ങളെ രചിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ നമുക്ക് പറയാം. അപ്പോൾ തന്ത്രഗ്രന്ഥം എത്രത്തോളം ഉണ്ട്, അല്ലെ തന്ത്ര സമ്പ്രദായം എത്രത്തോളം ഉണ്ടെന്ന് പറയുമ്പോൾ പൊതുവേ ഈ അടുത്ത കാലത്തുണ്ടായ പല പ്രശസ്തരായ പണ്ഡിതർ വരെ ഒരു തരംതിരിവായിട്ട് പറയുന്ന ആര്യവൽക്കരിച്ച തന്ത്രം എന്നും ദ്രാവിഡവൽക്കരണമുള്ള തന്ത്രം എന്നുമാണ്. ആക്ച്വലി ശാസ്ത്രം ഓരോ ദേശത്തിനനുസരിച്ച്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതാണ് ദേശത്തെക്കുറിച്ച് പറഞ്ഞു, ഓരോ ദേശത്തിനനുസരിച്ച് അവിടുത്തെ ഫോക്ലോറുകളും അവിടുത്തെ ലൈഫ് സ്റ്റൈലുകളുമായിട്ട് ചേർന്ന് പോവുകയും അതോടൊപ്പം തന്നെ അതാത് ദേശങ്ങളിൽ മഹാസാധകർ അവരവരുടേതായ വഴികളിൽ അവരവരുടേതായ ഭാഷയിൽ പല തന്ത്ര സമ്പ്രദായങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടാക്കിക്കൂടായിക എന്നൊന്നുമില്ല. ഹിമാലയത്തിൻ്റെ ചില ഭാഗങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് ഭാരതത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ചില ഭാഷയുള്ളവർ മാത്രമേ, സംസ്കൃതം പോലുള്ള ഭാഷ കൈകാര്യം ചെയ്യുന്നവർ മാത്രമേ തന്ത്ര സമ്പ്രദായം ഫോളോ ചെയ്യാവൂ, അല്ലെങ്കിൽ അവർക്ക് മാത്രമേ തന്ത്രഗ്രന്ഥങ്ങളെ ഉരുത്തിരിഞ്ഞു വരാവൂ എന്നൊന്നുമില്ല. ഈ സമ്പ്രദായം ഓരോ ദേശങ്ങളിലൂടെയും അതാത് ദേശത്തിൻ്റെ സംസ്കാര രീതികൾക്കനുസരിച്ച് ചേർന്ന് പോകുമ്പോൾ അവിടുത്തെ തനതായ സമ്പ്രദായങ്ങളുമായിട്ട് മിക്സ് ചെയ്തുമൊക്കെയാണ് പലപ്പോഴും വളർന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ചയ്ക്ക് വെക്കുന്ന ഒരു പ്രധാന കാര്യം ഈ ആര്യൻ ഇൻവേഷൻ തിയറി. കാരണം അത് എടുത്തു പറയാൻ കാരണം ഇപ്പോഴത്തെ കുട്ടികൾ വരെ അധ്യാത്മിക സമ്പ്രദായത്തിൻ്റെ ക്ലാസ്സുകൾ എടുക്കുന്ന ഇപ്പോഴത്തെ കുട്ടികൾ വരെ ക്ഷേത്രം എന്നൊക്കെ പറയുന്നത് ആര്യവുമാണെന്നും അതുപോലെ കാവുകൾ എന്നൊക്കെ പറയുന്നത് ദ്രാവിഡമാണെന്നും ഒക്കെ ഒരു പറച്ചിലുണ്ട്. പക്ഷെ അത് അറിവില്ലായ്മയാണ്, തീർത്തും അറിവില്ലായ്മയാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരാണ കാലഘട്ടത്തിലൊക്കെ നോക്കിയാൽ, ഇപ്പം മഹാഭാരതത്തിൻ്റെ കാലഘട്ടങ്ങളൊക്കെ നോക്കിയാൽ, രുക്മിണി സ്വയംവരം കഥയൊക്കെ നോക്കിയാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് രുക്മിണി ദേവിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങുമ്പോഴാണ്. അപ്പോൾ ക്ഷേത്ര സമ്പ്രദായം എന്ന് പറയുന്നത് ഇന്നലെയും തുടങ്ങിയൊന്നുമില്ല. അപ്പം കാവുകളിലും ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. കാവുകളായിട്ട് മാത്രം നിന്നിരുന്നു. പിന്നെ പല കാവുകളും പിന്നീട് ക്ഷേത്രങ്ങളായിട്ടുണ്ട്. അതിൽ അധപ്പതിക്കപ്പെട്ടിട്ടുണ്ട്, നല്ല രീതിയിൽ ഉയർന്നിട്ടുമുണ്ട്. അപ്പം ആര്യവൽക്കരണത്തിൻ്റെ ഭാഗമാണ് ക്ഷേത്രമെന്നും ദ്രാവിഡവൽക്കരണത്തിൻ്റെ ഭാഗമാണ് കാവുകളിലെ പൂജ എന്നുള്ളത് ഈ അടുത്ത കാലത്തും പലരും പറയുന്നുണ്ട്. പിന്നെ പല പണ്ഡിതന്മാരുടെയും ഫോക്ലോർ പഠനങ്ങൾ നടത്തിയ പല പണ്ഡിതന്മാരുടെ പേര് ഞാൻ പറയുന്നില്ല, കാരണം അത് നമ്മൾ പിന്നീട് വിശദമായിട്ട് ആ ഒരു ഏരിയ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ മാന്ത്രിക വിജ്ഞാനങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കുമ്പം തന്ത്രത്തിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഷഡ്കർമ്മങ്ങളും അതുപോലെ തന്നെ ഓരോ ദേശത്തിനനുസരിച്ചുണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പുരാവൃത പഠനങ്ങൾ പലതും നമ്മൾ കോട്ട് ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന പലരും അറിയാതെ ചില സ്ഥലങ്ങളിൽ ഈ ബ്രാഹ്മണിക്കൽ വൈദിക കലർന്നിട്ടുള്ള തന്ത്രം വരുന്ന സമയത്ത് അതിനെ ആര്യമതം എന്നും അല്ലാതെ കൗളാചാരം അല്ലെങ്കിൽ ശാക്തേയ സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആചാരങ്ങളെ ദ്രാവിഡ ആചാരങ്ങളെന്നും പറഞ്ഞ് മാറ്റി തരം തിരിക്കുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട്. അതാര് പറഞ്ഞാലും അത് തെറ്റാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നുള്ളത് നമുക്ക് ആ ആര്യൻ ഇൻവേഷൻ തിയറി എന്താണെന്നൊന്ന് നോക്കിയിട്ട് അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പഠിച്ചിട്ട് നമുക്കതൊന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് തിരിച്ച് തന്ത്രത്തിൻ്റെ ഗ്രന്ഥങ്ങളെക്കുറിച്ച് നോക്കാം. ആര്യൻ ഇൻവേഷൻ തിയറിയെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്, ഒരുപാട് ഡിബേറ്റുകൾ നടന്നിട്ടുണ്ട്. തുടക്കം എന്ന് പറയുന്നത്, ആര്യൻ ഇൻവേഷൻ തിയറിയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഓറിയൻ്റൽ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാരനായിട്ടുള്ള വില്യം ജെയിംസ് നടത്തിയ പഠനങ്ങളും അദ്ദേഹം ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പഠനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജിൽ, അതായത് യൂറോപ്യൻ ലാംഗ്വേജിലും ഇന്ത്യൻ ലാംഗ്വേജിലും ഒക്കെ ആയിട്ട് പലപ്പോഴും പല വേർഡുകളും അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്യമുള്ളതായിട്ട് കാണുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു പഠനം നടന്നിരുന്നു. അതിനുശേഷം മാക്സ് മുള്ളർ വന്ന സമയത്ത് ഇത് വെറും ലാംഗ്വേജിൻ്റെ മാത്രം കാര്യമല്ല എന്നും ഇവിടെ ഒരു ആര്യൻ ഇൻവേഷൻ നടന്നിട്ടുണ്ട് എന്നും
പറയപ്പെടുന്നു. മാക്സ് മുള്ളറാണ് ഇത് വളരെ പ്രശസ്തമാക്കിയതെന്ന് വേണേൽ പറയാം. ഇന്ത്യയിലോടുന്ന പലരുടെയും ജീൻ അല്ലെ ബ്ലഡ് എന്ന് പറയുന്നത് ആര്യൻസിൻ്റെ ആണെന്നും പറയുന്നു. അത് സമയത്ത് വടക്കേ ഇന്ത്യയിൽ, അതായത് ഇന്നത്തെ ആ ഭാഗത്ത് ആര്യൻസിൻ്റെ ഇൻവേഷൻ നടന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർ തെക്കേ ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടു എന്നുമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ തിയറിയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളും. അതിനുശേഷം കുറേ മുന്നോട്ട് പോകുന്ന സമയത്ത് എർദർ ഡി ഗോബിന്യു എന്ന് പറയുന്ന ആൾ ഇതൊരു സുപ്പീരിയർ റേസ് ആണെന്നും ഇവർക്ക് ഒരു സിവിലൈസേഷൻ ഇവർ വളരെ സിവിലൈസ്ഡ് ആണെന്നും ഇവർക്കൊരു സിവിലൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടി ആരെയും ആക്രമിക്കാമെന്നും ഒക്കെയുള്ളൊരു രീതി ഇത് കൊണ്ടുവന്നിരുന്നു. ആര്യൻസ് വന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ ഒരുപാട് ഡിബേറ്റുകളും പല കാര്യങ്ങളുമായിട്ട് നടക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ആർക്കിയോളജിക്കൽ സ്റ്റഡീസ് പറയുന്നത് ഇങ്ങനെയൊരു ഇൻവേഷൻ നടന്നതായിട്ടോ ഇങ്ങനെയൊരു യുദ്ധം നടന്നതായിട്ടോ ഉള്ള ഒരു തെളിവ് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഈ ആര്യൻ ഇൻവേഷൻ തിയറിയുടെ ഭാഗമായിട്ട് പറയുന്ന ജനറ്റിക്കൽ കാര്യത്തിനും കൃത്യമായിട്ടുള്ളൊരു എവിഡൻസ് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ആര്യൻ ഇൻവേഷൻ തിയറി എന്ന് പറയുന്ന കാര്യം മിക്കയിടത്തും ഫെയിലാവുകയാണ് ചെയ്തത്. അതിന് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്ന ആർക്കിയോളജിക്കൽ സ്റ്റഡീസിൽ നിന്നുണ്ടായിട്ടുള്ള എവിഡൻസ് ഇതിനില്ല. രണ്ടാമത് ജനറ്റിക്കലായിട്ട് പറയുന്ന കാര്യങ്ങൾക്കും ഈ പറയുന്ന ഇവരുടെ വാദവും വിജയിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനും തീർത്തും എവിഡൻസ് ഇല്ല. അതോടൊപ്പം ഇതിൻ്റെ മറ്റൊരു വാദം എന്ന് പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഇവരാണ് ഈ വേദങ്ങളെയും അതുപോലുള്ള കാര്യങ്ങളെയും കൊണ്ടുവന്നത് എന്നത് മാക്സ് മുള്ളർ അടക്കമുള്ളവർ പറയുന്നു. എന്നാൽ ഫ്രീഡം ഫൈറ്ററും അതുപോലെ യോഗിയുമായിരുന്ന അരബിന്ദോയുടെ കംപ്ലീറ്റ് വർക്ക്സിൽ ശ്രീ അരബിന്ദോ പറയുന്നു ഇവരാണ് കൊണ്ടുവന്നത് എങ്കിൽ ഇവരുടെ ഒരു സംസ്കാരത്തിനും ഇത്രത്തോളം സാൻസ്ക്രിറ്റിൻ്റെ ഇത്രയും വളരെ കോംപ്ലക്സിറ്റി ആയിട്ടുള്ള പല കാര്യങ്ങളും വൃത്തം അങ്ങനെയൊക്കെ പറയുന്ന ഒരു കാര്യങ്ങൾ ഇവരുടെ ലാംഗ്വേജിലും അധികം കാണുന്നില്ല എന്നുള്ളതും, രണ്ടാമത് മോക്ഷത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യങ്ങളും ഈ മറ്റൊരു സിവിലൈസേഷനുകളിലും അധികം കണ്ടിട്ടില്ല എന്നുള്ളതും കൂടി അരബിന്ദോ പറയുന്നു. കാരണം മോക്ഷമല്ല, സ്പിരിച്വലി അൺമാനിഫെസ്റ്റേഷൻ ആയിട്ടുള്ള സോളിൻ്റെ അവസ്ഥയാണ്, പരമപദ പ്രാപ്തിയാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്ന വൈദിക സംസ്കാരത്തിൻ്റെ ഒന്നും തന്നെ ഇവരുടെ ഒരു കാര്യങ്ങളിലും കാണുന്നില്ല എന്ന് ശ്രീ അരബിന്ദോ മഹർഷി ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ സ്വാമി വിവേകാനന്ദ സ്വാമിയുടെ കംപ്ലീറ്റ് വർക്ക്സിൽ ഒരു പോയിന്റിൽ അദ്ദേഹം പറയുന്നൊരു കാര്യവും ഇത് തന്നെയാണ്. ഇന്ത്യൻ ഗ്രന്ഥങ്ങളിൽ ഒന്നും തന്നെ ഇങ്ങനെ ഒരു ഇൻവേഷൻ നടന്നതായിട്ടോ ഇങ്ങനെയൊരു ഇത് വന്നതായിട്ടോ പറയുന്നില്ല എന്നുള്ളതാണ്. പണ്ട് വടക്കുണ്ടായിരുന്നവരെല്ലാം തെക്കോട്ട് ചേക്കേറിയതാണെന്ന് പറയുമ്പം ചോളപാണ്ഡ്യ കാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന തമിഴ് സംഘകൃതികളിൽ ഒന്നും തന്നെ ഈ പറഞ്ഞ ഇൻവേഷനെ കുറിച്ച് പറയുന്നില്ല എന്നുള്ളതും, അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തമിഴ് സംഘകൃതികളിൽ പലയിടത്തും വേദത്തിനെ പുകഴ്ത്തി തന്നെയാണ് പറയുന്നത് എന്നുള്ളതും ഓർമ്മ വെക്കേണ്ടതാണ്. കാലക്രമേണ ഈ പഠനങ്ങൾ മുന്നോട്ട് പോയപ്പം ഈ ആര്യൻ ഇൻവേഷൻ തിയറി എന്നുള്ളത് മാറി. അവർ തന്നെ പറയുന്ന യുദ്ധമൊന്നും നടന്നിട്ടുണ്ടാവില്ലായിരിക്കാം, പക്ഷേ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന് ആര്യൻ മൈഗ്രേഷൻ തിയറി AIT എന്നുള്ളത് മാറിയിട്ട് ആര്യൻ മൈഗ്രേഷൻ തിയറി ആയിട്ടിത് മാറി. ഒരു കാര്യം കൂടെ, ഒരു കോറും കൂടെ നമ്മൾ വേറൊരു രീതിയിലൊന്ന് ചിന്തിക്കണം. കാരണം വെച്ചാൽ ഈ തിയറി ആരാണ് പറഞ്ഞത്, പറയുന്നവരുടെ മൈൻഡ് സെറ്റ് എന്താണ്, അവരുടെ മോട്ടീവ് എന്താണ് എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിക്കണം. ഇത് കോളനിവൽക്കരണത്തിൻ്റെ ഭാഗത്ത് ആണ് ഉണ്ടായത്. മാക്സ് മുള്ളറിനെ പോലുള്ളവരാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ആ സമയത്ത് ഇവരുടെ ആവശ്യം എന്തായിരുന്നു, ഇങ്ങനൊരു തിയറി ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്നുള്ളതും കൂടി നമുക്ക് ചിന്തിക്കാം. അതോടൊപ്പം തന്നെ ഇവർ ഭരിച്ചിരുന്ന പല കോളനികളുടെയും ഔട്ട്പുട്ട് റിസൾട്ട് ഭാവിയിൽ എന്തായാണ് മാറിയതെന്നുള്ളതും ഇവരുടെ ഒരു രീതികൾ എന്താണെന്നുള്ളതും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മൾ ഇതിനെ നോക്കിയാൽ കൃത്യമായിട്ട് ഏകദേശം മനസ്സിലാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു തോട്ട് പ്രോസസ്സിൻ്റെ ക്വാളിറ്റി, അവരുടെ മോട്ടീവ് ഒക്കെ എന്തോ ആണ് എന്നുള്ളത് നമുക്ക് ചുമ്മാ അതൊന്ന് ചിന്തിച്ച് നോക്കാം. ഈ വിഷയത്തെക്കുറിച്ച് സ്വതന്ത്ര ചിന്തയോടുകൂടി പഠിക്കുന്ന പലരും പറയുന്നത് ആ കാലഘട്ടത്തിലുണ്ടായ പല കാര്യങ്ങളും ഒരു സ്ഥാപിത താല്പര്യത്തോടു കൂടിയായിരിക്കും ഇവർ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഭൂമിയിലുള്ള എല്ലാ സബ്ജക്റ്റുകളെയും ഒരു ബൈബിളിക്കൽ ബേസിലേക്ക് കൊണ്ടുവന്ന് കെട്ടാനുള്ള ഒരു ശ്രമം ഇവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്.
ബൈബിളിന് ഒരു യൂണിവേഴ്സൽ അപ്പീൽ കൊണ്ടുവരാനുള്ള ഒരു ഹിഡൻ അജണ്ട ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ലോകത്തിലുണ്ടായിട്ടുള്ള സർവ്വ മനുഷ്യരാശിയും അവരുടെ സർവ്വതും അവരുടെ പൂർവികരും എല്ലാം ബൈബിളുമായിട്ട് കണക്റ്റ് ചെയ്യിക്കാനുള്ള ഒരു ശ്രമം ആ കാലഘട്ടത്തിൽ നമ്മൾ വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ മനസ്സിലാവും. പ്രത്യേകിച്ച് നോവയുടെ 3 മക്കളിൽ ഒരാളുടെ പരമ്പരയാണ് ഈ പറയുന്ന ഇന്ത്യൻസ് എന്ന് പലയിടത്തും പറയുന്നുണ്ട്. അപ്പം ബൈബിളിൽ പറയുന്ന ഈ നോവയുടെ കാലഘട്ടം എന്ന് പറയുന്നത് BC ഒരു 2000 അല്ല BC 3000 ഒക്കെ വരും. ആ ഒരു കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് നോവയുടെ ചരിത്രവുമായിട്ട് പറയുന്ന കാര്യങ്ങളുമായിട്ട് കൂട്ടിയിണക്കിക്കൊണ്ട് ചെയ്യാനുള്ള ഒരു ശ്രമം ഇവർക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു BC 2900 അല്ലെ 3000 കാലഘട്ടത്തിന് മുമ്പുള്ള ഒരു കാര്യങ്ങളും ഇൻ്റർനെറ്റിൽ നോർമലായിട്ട് ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ വലിയ പാടാം. പക്ഷെ റിസർച്ച് സ്കോളേഴ്സിൻ്റെ പേപ്പറുകൾ എടുത്താൽ മാത്രമാണ് നമുക്ക് അതിനെ കുറിച്ച് കൂടുതലും മനസ്സിലാക്കാനും പറ്റും. പ്രത്യേകിച്ച് ഇപ്പം റാക്കിഗിരി പോലുള്ള സ്ഥലങ്ങൾ എക്സ്കവേറ്റ് ചെയ്തപ്പോൾ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നത്, റാക്കിഗിരി പോലുള്ള സ്ഥലങ്ങൾ എക്സ്കവേറ്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ലേഡിയുടെ അതുമായിട്ട് ബന്ധപ്പെട്ട DNA പരിശോധനയിൽ ഒരിക്കലും ഈ ആര്യൻ ഇൻവേഷൻ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങൾ കാണുന്നില്ല എന്ന് മാത്രമല്ല, ഈ ഒരു കാലഘട്ടത്തിന് മുകളിൽ, അതായത് BC 3000 മുകളിൽ സമയം, അതിന് പഴക്കമുള്ള ഒരു സിവിലൈസേഷൻ ആയിരുന്നു അത് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ഈസ്റ്റേൺ ടർക്കി അല്ലെങ്കിൽ ഇറാൻ, ഈ സെൻട്രൽ ഏഷ്യ, ആ ഏരിയയുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ട് അവിടുന്ന് വന്നവരെല്ലാം വളരെ ഉത്തമന്മാരാണെന്നും വളരെ സിവിലൈസ്ഡ് ആണെന്നും വളരെ കഴിവുള്ളവരാണെന്നും അവർ വന്നാണ് ബാക്കിയുള്ള നാടുകളിലെല്ലാം സിവിലൈസ്ഡ് ആക്കിയത് എന്നുള്ളൊരു ബേസിക് ത്രെഡാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഈ ബൈബിളിക്കലായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ കൊളോണിയലിസവും അതേപോലെ തന്നെ ഈ ആര്യൻ ഇൻവേഷൻ തിയറിയുടെ ഒരു പിൻബലവും അതുപോലെ തന്നെ ഈ ആര്യൻ സുപ്പീരിയർ റേസിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളും ലോകം മുഴുവനും സിവിലൈസ് ചെയ്യാൻ കഴിവുള്ള അത്രയും സിവിലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ യൂറോപ്യൻസ് ആണ് അല്ലെങ്കിൽ ഞങ്ങളാണ് എന്ന് വരുത്തി തീർക്കാനും ഈ കൊളോണിയൽ പ്ലേസിലുള്ള ആൾക്കാർ ബാർബേറിയൻ സ്റ്റേറ്റിൽ നിന്നും അവരുടെ ഒരു ബാർബേറിയൻ ലെവലിൽ നിന്നും നല്ല രീതിയിലേക്ക് ഉയർന്നു വന്നതിന് കാരണം ഞങ്ങളാണ് എന്ന് കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തിയറികളൊക്കെ എന്നുമാണ് പണ്ഡിതന്മാരുടെ ഇപ്പോഴത്തെ അഭിപ്രായവും. എൻ്റെയും അഭിപ്രായം അതുതന്നെയാണ്. അതിന് കാരണമുണ്ട്. ഇന്നും ഇംഗ്ലീഷ് സംസ്കാരത്തോടും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോടും പൊളിച്ചെഴുതേണ്ട വിദ്യാഭ്യാസ രീതികളോടുമൊക്കെ ഒരു വിധേയത്വം നമുക്കുണ്ട്. നമുക്ക് ഇപ്പോഴും അവരാണ് എല്ലാം മാറ്റിത്തന്നത് എല്ലാം ചേഞ്ച് ചെയ്തതെന്നുള്ളത് ഒരു ഗ്രാറ്റിറ്റ്യൂഡും ഒരു ലോയലിറ്റിയും ഒക്കെ ഉണ്ട്. കാരണം കോളനിവൽക്കരിക്കപ്പെടാത്ത സ്ഥലങ്ങളും ഇന്ന് കാലം മാറുന്നതിനനുസരിച്ച് ടെക്നോളജിക്കലി ഹൈ ആവുകയും വളരെ വലുതാവുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവർ വന്നതുകൊണ്ടൊന്നുമല്ല ആക്ച്വലി എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം ഇന്നും ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബ്രിട്ടീഷ് കെട്ടിടങ്ങൾ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളെക്കുറിച്ച് പുകഴ്ത്തി പറയുക, അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്കിങ്ങനെ വീണ്ടും വീണ്ടും പുകഴ്ത്താനുള്ള ഒരു ടെൻഡൻസി, വാസ്തവത്തിൽ പ്രൈമറി ആയിട്ട് അവരുടെ ബ്രിട്ടീഷ് എക്കണോമിയെ ദൃഢപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവർ പല കാര്യങ്ങളും ചെയ്തിരുന്നത്. പക്ഷേ ആ ഒരു കൊളോണിയൽ അജണ്ടയെ മറന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വിധേയത്വമുള്ളത്. അത് ഇന്നും ഉണ്ട്. അതിനെ സോഷ്യൽ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്നാണ്. ഒരു ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവരോട് സ്നേഹം, ഇപ്പം മലയാളികൾ നമുക്കാണെങ്കിലും മലയാള ഭാഷയുടെ വൃത്തമോ കലകളോ അല്ലെങ്കിൽ ഭാഷയുടെ രീതികളോ ഭാഷാ പ്രയോഗങ്ങളോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല, അതിനെക്കുറിച്ച് അറിയുകയും വേണ്ട. ഭാഷ എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷ് നല്ലൊരു ഭാഷയാണ് കേട്ടോ. ഭാഷയല്ല ഞാൻ പറയുന്നത്, ആ ഒരു സംസ്കാരത്തെയാണ് ഞാൻ പറയുന്നത്. അവർ ചെയ്തിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. ഭാഷ എന്നുള്ള രീതിയിൽ നല്ല ഗംഭീര ഭാഷയാണ് ഇംഗ്ലീഷ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. പക്ഷെ നമ്മൾ ഇവിടുത്തെ വിഷയം അതല്ല. നമുക്ക് ഇംഗ്ലീഷ് ഭാഷയോട് തോന്നുന്ന ഒരു സ്നേഹം, ഇപ്പോൾ ഉദാഹരണത്തിന് ഇംഗ്ലീഷ് വേർഡ്സുകൾ ഉപയോഗിക്കുന്നതിനോടുള്ളൊരു സ്നേഹം, എന്ത് വിഷയങ്ങൾ പറഞ്ഞാലും ഒരു സായിപ്പ് പറഞ്ഞ അല്ലെങ്കിൽ ഒരു സായിപ്പിൻ്റെ പേരുള്ള ഒരാളുടെ ഒരു ബുക്ക് കോട്ട് ചെയ്ത് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് വിശ്വസിക്കാനുള്ളൊരു, നമ്മളെ പെട്ടെന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റ്. വ്യാസൻ പറഞ്ഞ വേദം അല്ല വ്യാസഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പുച്ഛവും, അതേസമയത്ത് ഈ പറഞ്ഞ മാക്സ് മുള്ളർ വേദത്തിന് ഇന്നതുപോലെ ചെയ്തിട്ടുണ്ടാകും, വളരെ സ്പെക്ടാക്കുലർ ആയിട്ടുള്ള ഒരു വ്യാഖ്യാനം
പുള്ളി ഒരു കമൻട്രി എഴുതിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാച്ചുറൽ നമുക്ക് അതിനോടൊരു സ്നേഹം വരികയും വായിക്കാനുള്ള ഒരു ടെൻഡൻസി വരികയൊക്കെ ചെയ്യാം. അതേപോലെ നമ്മുടെ സംഭാഷണങ്ങൾക്കിടയിൽ വാവ് ഫാക്ടർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ആ ഒരു ഗ്ലോറിഫിക്കേഷന് വേണ്ടിയിട്ട് കടിച്ച പൊട്ടാത്ത ഇംഗ്ലീഷ് വൊക്കാബുലറീസ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. സെലിബ്രിറ്റീസിൻ്റെയൊക്കെ വീഡിയോസൊക്കെ കാണുമ്പം അവരുടെ മേഖലയായിട്ട് ഇതിനൊരു ബന്ധവുമില്ല, പക്ഷേ ആക്ച്വലി അവരൊരു കാര്യം പ്രസൻറ്റ് ചെയ്യുമ്പോൾ, ഒരു കാര്യം പറയുമ്പോൾ ഇങ്ങനെ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊക്കെ പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും ഇവർ ഭയങ്കര പണ്ഡിതന്മാരായിരിക്കില്ലേ, വളരെ പണ്ഡിതനാണെന്ന് തോന്നുന്നു എന്നൊരു തോന്നൽ വരും. ഇടയ്ക്കിടയ്ക്ക് ഞാനും പറയാറുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. നിങ്ങൾ വിചാരിച്ചോട്ടെ, നിങ്ങളെ ഒന്ന് കൺവിൻസ് ചെയ്യാൻ, നിങ്ങൾക്കത് കേൾക്കുമ്പോൾ ഒരു കുളിരും ഒരു സന്തോഷവും ഒരു രോമാഞ്ചവും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ എന്തിനാണ് വെറുതെ അത് കളയുന്നത്? അതുകൊണ്ടാണ് പറയുന്നത്. പലപ്പോഴും ഒരു കാര്യം നമുക്ക് തന്നെ അറിയാം, അനുഭവമുള്ളൊരു കാര്യമാണ്. നമ്മൾ മലയാളികൾ പുറത്തേക്കൊക്കെ പോകുമ്പം മലയാളികളോട് ഇംഗ്ലീഷ് പറയാൻ പ്രത്യേകിച്ച് പേടിയാണ്, പ്രത്യേകിച്ച് ഇന്ത്യൻസിന്. കാരണം ഇവർ ഇംഗ്ലീഷിലെ ഗ്രാമറും കാര്യങ്ങളും എല്ലാം തപ്പും. നമുക്ക് ഭയം വരുന്നതാണ്. നമുക്ക് ഭയം പലപ്പോഴും ഉണ്ടാകുന്നത് മലയാളികൾ മലയാളികളുടെ മലയാളത്തെ തപ്പി നോക്കത്തില്ലെങ്കിലും അവർ മലയാളികളുടെ ഇംഗ്ലീഷ് നോക്കിയിട്ട് പറയും ലാംഗ്വേജ് മോശമാണ് കേട്ടോ, ഫോണിറ്റിക്സ് മോശമാണ് കേട്ടോ, ആക്സെൻറ്റ് മോശമാണ് കേട്ടോ, ഡിക്ഷൻ മോശമാണ് കേട്ടോ, ഇങ്ങനെ പല പല കാര്യങ്ങൾ പറയാം. അപ്പം ഇതൊക്കെ ആക്ച്വലി സ്റ്റോക്ക്ഹോം സിൻഡ്രത്തിൻ്റെ ഭാഗമാണെന്നാണ് സോഷ്യൽ സൈക്കോളജിസ്റ്റുകൾ പറയുന്നതും. അതിന് കുറേ തെളിവുകളും ഉണ്ട്. നമ്മുടെ പാഠ്യപദ്ധതികൾ, നമ്മുടെ ബ്രെയിൻ സെറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിരിക്കുന്ന എല്ലാവരും ബ്രിട്ടീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഇതാണ്. ഇപ്പോൾ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. കുറച്ച് കാലം മുമ്പ് വരെ എൻ്റെ മകൻ ബ്രിട്ടീഷ് സ്കൂളിലാണ് പഠിക്കുന്നത്, അല്ലെ ബ്രിട്ടീഷ് സിലബസ് ആണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു ഗമ പോലെയായിരുന്നു പറയുന്നത്. ഒരു പ്രൗഢിയുടെ ഭാഗമായിരുന്നു അന്ന്, അല്ലെ ഒരു പൊങ്ങച്ചത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു പറയുന്നത്. പക്ഷേ ആ വിദ്യാഭ്യാസത്തിൽ പഠിക്കുമ്പം കൊളോണിയൽ കാലഘട്ടത്തിലെ ആൾക്കാരെക്കുറിച്ച് പറയും. അതേപോലെ തന്നെ ഈ പറഞ്ഞ മുഗളന്മാരെക്കുറിച്ച് പറയും. മുഗളന്മാർ ചെയ്തിട്ടുള്ള സംഭാവനകളെക്കുറിച്ചാണ് പറയുന്നത്. വാസ്തവത്തിൽ ലാൽ കിലയിലൊക്കെ പോകുന്ന സമയത്ത്, അതായത് റെഡ് ഫോർട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഷാജഹാൻ ചെയ്തിരുന്ന കാര്യങ്ങളും ഷാജഹാൻ്റെ ഭാര്യമാരെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ റൂമുകളും അവിടെ ഉണ്ടാക്കിയിടുമ്പോൾ ആ റൂമിന് എണ്ണം നോക്കിയാൽ ഇദ്ദേഹത്തിന് എത്രത്തോളം ഭാര്യമാരുണ്ടെന്ന് തോന്നും. ഇതൊക്കെ ഈ പുള്ളി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നെന്ന് തോന്നും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ലവിൻ്റെ സിമ്പലാക്കി മാറ്റുകയും ഈ മുംതാസ് മഹൽ ആരായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്നതും നമ്മൾ അറിഞ്ഞിരിക്കുന്നതും നമ്മുടെ അറിവുകളും നമ്മുടെ ബ്രെയിൻ സെറ്റും എല്ലാം, നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ ബേസ് കൊണ്ട് നമ്മളെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടുള്ള സമയത്ത് ഇന്ത്യയിൽ വളരെ ജീനിയസ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു പല മേഖലകളിൽ. ഇവരുടെ ആരുടെയും പേരുകൾ നമ്മളെ ലിറ്ററേച്ചറിലോ ഒന്നിലും കാണാനില്ല എന്നുള്ളതാണ്. ആര്യഭട്ടനെ കുറിച്ചോ ഭാസ്കരാചാര്യരെ കുറിച്ചോ പഞ്ചസിദ്ധാന്തിക എന്ന് പറഞ്ഞ കാൽക്കുലേഷൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വരാഹമിഹിരനെ കുറിച്ചോ കലാവിഷയങ്ങളിൽ മനുഷ്യൻ്റെ ഇമോഷൻസിനെ കുറിച്ച് ഇത്രത്തോളം പറഞ്ഞ നാട്യശാസ്ത്രങ്ങൾ എഴുതിയ അനവധി ഗുരുക്കന്മാർ, ഭരതമുനി മാത്രമല്ല അനവധി ഗുരുക്കന്മാരെ കുറിച്ചോ ഒന്നും നമ്മൾ പഠിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം രാഷ്ട്രീയപരമായിട്ട് നമ്മളെ മുദ്ര കുത്തും. ഇതൊരു റൈറ്റ് സൈഡ് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സ്വദേശീവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണെന്നൊക്കെ. ഇല്ല, ഒരിക്കലുമില്ല. രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് രാഷ്ട്രീയക്കാർ വന്നും പോവും. ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ രാഷ്ട്രീയങ്ങൾ വന്നു പോകും. അതൊന്നും നമ്മുടെ വിഷയങ്ങളെയല്ല. നമ്മൾ പറയുന്നത് നൂറ്റാണ്ടുകളായിട്ടുള്ള നമ്മുടെ ഋഷിമാരുടെ സംഭാവനകളെക്കുറിച്ചാണ്, അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഈ സ്റ്റോക്ക്ഹോം സിൻഡ്രത്തിൻ്റെയും ഈ വിദ്യാഭ്യാസത്തിൻ്റെയും ഇൻഫ്ലുവൻസ് തലയിൽ ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഫോക്ലോറുകളെക്കുറിച്ചും തന്ത്രശാസ്ത്രത്തെക്കുറിച്ചും ഒക്കെ പഠിക്കുന്ന പണ്ഡിതന്മാർ അനുഭവത്തിൻ്റെ തലത്തിലേക്ക് എത്താത്തത് കൊണ്ടും കൂടിയായിരിക്കാം. കാരണം സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഇത് തെറ്റാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് പലപ്പോഴും തുടക്കകാലങ്ങളിൽ ഇതൊക്കെ ശരിയാണെന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ഒരാൾ കാലക്രമേണ സാധന ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു കല്ലുകടി ഫീൽ ചെയ്യും. ആ കല്ലുകടിയിൽ നിന്നുമാണ് അന്വേഷണം പോകുന്നത്. അപ്പോൾ അനുഭവങ്ങളുടെ തലത്തിലൂടെ അയാൾ മുന്നോട്ട് പോകുമ്പോൾ ശരി ഏതാ തെറ്റേതാ, ഇത് എവിടെയൊക്കെയാണ് മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്നുള്ളത് അവർക്ക് മനസ്സിലാവും, ഒരു സാധകന് മനസ്സിലാവും. ആ സാധനാബലം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം സെക്കൻഡ് ഓർഡർ നോളജുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ, മഹാന്മാർ, നമ്മൾ ബഹുമാനിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് പണ്ഡിതന്മാർ വാസ്തവത്തിൽ ദ്രാവിഡാചാരമെന്നും ഈ ആര്യവൽക്കരണമെന്നും ഒക്കെ പറയുന്നത്. ആക്ച്വലി അങ്ങനെയൊന്നും ഇല്ല, അതിനുള്ള സാധ്യതയും ഇല്ല. ഇത് ഋഷിമാരുടെ സംഭാവനയാണ് രണ്ടും. അത് നമ്മളുടെ എല്ലാവരുടെയും സ്വത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തന്ത്രശാസ്ത്ര വിഷയത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ്. ഇനി വേറൊരു കാര്യങ്ങളുണ്ട്. ഈ സയൻസും ചർച്ച് സംബന്ധമായിട്ട് സബ്ജക്റ്റുകളും തിരിഞ്ഞു തുടങ്ങിയത് കുറേ കാലഘട്ടത്തിന് ശേഷമാണ്. ഈ ചർച്ചിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ
പിന്നീട് സയൻസുമായിട്ട് ചേരാതിരുന്ന സമയത്ത് സയൻസിനെ വിശ്വസിക്കുന്നവരെ ചർച്ചിൽ ചെന്ന് കഴിഞ്ഞാൽ പുരോഹിതന്മാർ തല്ലും. പുരോഹിതന്മാരെ വിശ്വസിക്കുന്നവർ സയൻസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരിതുണ്ടാവും. അപ്പോൾ ഈ സയൻസിൻ്റെ ഒരു വളർച്ചയും അതുപോലെ തന്നെ ഈ പറഞ്ഞ പാശ്ചാത്യ മതങ്ങളുടെ ഓഫ് ഷൂട്ടായിട്ട് വന്ന കമ്മ്യൂണിസവും എല്ലാം പറയുന്നത് ഒന്ന് സയൻറ്റിഫിക് ടെമ്പർ അല്ലെ മനുഷ്യൻ്റെ ഫിലോസഫിക്കൽ സൈഡ് ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കാർൽ മാർക്സിൻ്റെ ഡാസ് ക്യാപിറ്റൽ പോലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടും പറയുന്നത് ജീവിതത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഭാരതത്തിൽ സ്പിരിച്വാലിറ്റിന്നോ മെറ്റീരിയലിസം ഒന്നോ ഇല്ലായിരുന്നു. അതൊക്കെ പിന്നീട് വന്നിട്ടുള്ളതാണ്, പിന്നീട് വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ പഠിക്കുന്നതാണ്. ആക്ച്വലി പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ സ്പിരിച്വാലിറ്റിയും മെറ്റീരിയലിസവും രണ്ട് ഇതിലാണ് പോകുന്നത്. നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഭാരതീയമായ രീതിയിൽ ഭാരതീയ വിഷയങ്ങളെ പഠിക്കുമ്പം നമ്മളതെടുത്ത് മാറ്റി വെച്ചിട്ട് വേണം തന്നെ നോക്കാൻ. ഇവിടെ സ്പിരിച്വാലിറ്റിന്നോ മെറ്റീരിയലിസമൊന്നോ ഇല്ല. ഇവിടെ ജീവിതമാണ്, ലൈഫാണ്. ഇവിടെ നമുക്ക് നമ്മളോടും നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന ഓരോ വിഷയങ്ങളോടും ആ പ്രസൻറ്റിലുള്ള കമ്മിറ്റ്മെൻറ്റും ലോയലിറ്റിയുമാണ് ദൈവികതയുടെ ഉയർന്ന തലത്തിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് നമ്മളോടുള്ള സ്നേഹമാണ്. ദേവം ഭൂത്വാ ദേവം യജൽ എന്നല്ലേ പറയുന്നത്. ദേവനായി തീർന്നുകൊണ്ട് ദേവനെ പൂജിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ വളരുമ്പം ജീവിതം തന്നെ സാധനയായി മാറും, ജീവിതം തന്നെ ഉപാസനയായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇനി എങ്കിലും ഈ ആര്യവൽക്കരണം അല്ലെ ദ്രാവിഡവൽക്കരണമെന്ന് പറയാതിരിക്കാൻ നോക്കുക. നിങ്ങൾക്ക് ഈ വിഷയങ്ങൾ സംശയമുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതിൽ ഉറപ്പില്ലെങ്കിൽ, നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ ഞാൻ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് വരികയും ചെയ്യും. ഇപ്പോൾ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് നോക്കുക. എപ്പോഴും എവല്യൂഷൻസ് നടക്കുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പഠനത്തിലൂടെയും ഒരു സെർച്ചിങ്ങിലൂടെയും അതുപോലെ തന്നെ നേച്ചറിൽ നിന്ന് പല കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യുന്നത്, അത് ബാഹ്യമായിട്ടാണെങ്കിലും അത് സയൻസിൻ്റെ രീതിയിൽ, അതുപോലെ തന്നെ ആന്തരികമായിട്ടുള്ള രീതിയിലാണെങ്കിൽ സ്പിരിച്വാലിറ്റിയുടെ രീതിയിൽ ഒരു സീക്കിങ്ങും സെർച്ചിങ്ങും അത് നിരന്തരമായിട്ട് ഡിസ്കവർ ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്ന പോലെ ദേശമാന്ത്രികത്തെ, ഫോക്ലോറുകളെ ദ്രാവിഡം എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഒരു നിഷ്ഠയോടുകൂടി സംസ്കൃത ബേസ് ആയിട്ടുള്ള ശാസ്ത്രങ്ങളിലൂടെ വരുന്ന പലതിനെയും ആര്യൻ എന്ന് പറയുന്ന പരിപാടി നമുക്ക് നിർത്താം. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിശദമായിട്ട് ആ ഫോക്ലോറുകളെ കുറിച്ച് പറയുന്ന സമയത്ത് മാന്ത്രിക വിജ്ഞാനത്തെ, മന്ത്രവാദ വിഷയങ്ങളെക്കുറിച്ച്, മാന്ത്രിക വിഷയങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് സൽമന്ത്രവാദവും ദുൽമന്ത്രവാദവും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യണം. ആ സമയത്ത് നമുക്ക് ഈ വിഷയങ്ങളൊക്കെ അപ്പോൾ ഒന്നുകൂടെ നോക്കാം. നമുക്കിപ്പോൾ വീണ്ടും നമ്മുടെ തന്ത്രത്തിൻ്റെ ഡിവിഷൻസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഒരുപാട് ഡിവിഷൻസ് പല രീതിയിൽ പറയുന്നുണ്ട്. അതിൽ നമുക്ക് പരമാനന്ദ തന്ത്രത്തിൻ്റെ രണ്ടാം ഉല്ലാസത്തിൽ മഹാദേവൻ, അതായത് ഭൈരവൻ ദേവിയോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. തന്ത്രഗ്രന്ഥങ്ങളെപ്പറ്റി കൽപ്പിക്കാനേ പറ്റില്ല. ഓരോ കൽപ്പത്തിലും ബ്രഹ്മാദികളും ഋഷിമാരും സിദ്ധഗണങ്ങളും പ്രത്യേകം തന്ത്രഗ്രന്ഥങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. മഹാദേവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുത്ത തന്ത്രങ്ങളെ ആഗമങ്ങൾ എന്നും ദേവി തിരിച്ച് ഉപദേശിക്കുന്ന തന്ത്രങ്ങളെ നിഗമങ്ങൾ എന്നുമാണ് പൊതുവിൽ പറയുന്നത്. ഇനി ഒരുപാട് ഡിവിഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ഓരോ ഗ്രന്ഥങ്ങളിലും പറയുന്ന രീതിയിൽ പറയാം. സൃഷ്ടി, സ്ഥിതി, പ്രളയം, ഉപാസന, പുരസ്ചരണം, ദേവപൂജ, കാര്യസിദ്ധികളെക്കുറിച്ച് പറയുന്നത്, ഷഡ്കർമ്മങ്ങളെക്കുറിച്ച് പറയുന്നത്, ധ്യാന യോഗക്രമങ്ങളെക്കുറിച്ച് പറയുന്നത്, തന്ത്രശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള ആധാരചക്രങ്ങളെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ധ്യാന യോഗക്രമങ്ങളെക്കുറിച്ച് പറയുന്നത്. ഇതൊക്കെ പൊതുവെ ആഗമത്തിൻ്റെ ഒരു സ്വഭാവമായിട്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതുപോലെ തന്നെ തന്ത്രഗ്രന്ഥങ്ങളിൽ പൊതുവെ തത്വരീതികളുടെ ഭാഗങ്ങളിൽ സൃഷ്ടിതത്വം, അതുപോലെ തന്നെ കാലദേശ ഗണനകളായിട്ടുള്ള ജ്യോതിഷം, വേദത്തിൽ മാത്രമല്ല തന്ത്രശാസ്ത്രത്തിലും ജ്യോതിഷത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. അപ്പം സൃഷ്ടിതത്വത്തെക്കുറിച്ചും പ്രപഞ്ചത്തിൻ്റെ 36 തത്വങ്ങളെക്കുറിച്ചും, ശിവൻ മുതൽ ഭൂമി വരെ, ഭൂതത്വം വരെയുള്ള സർവ്വതത്വങ്ങളെക്കുറിച്ചും 36 തത്വങ്ങളെക്കുറിച്ചും, അതുപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ കാലഗണനയെക്കുറിച്ച് പറയുന്ന ജ്യോതിഷം പോലുള്ള കാര്യങ്ങളെക്കുറിച്ചും, നിത്യകൃത്യങ്ങളായിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചും, അവയെക്കുറിച്ചുള്ള കാര്യങ്ങൾ സാധന തന്ത്രഗ്രന്ഥങ്ങളിൽ തന്നെ സൂത്രരൂപേണയും അനവധി ഗ്രന്ഥങ്ങൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ തീർത്ഥവിധികൾ, കൽപ്പം,
ദാനധർമ്മങ്ങൾ, യുഗനിയമങ്ങൾ, ഓരോ യുഗത്തിൻ്റെയും നിയമങ്ങൾ, രാജധർമ്മം, അതുപോലെ തന്നെ രാജധർമ്മത്തിൽ ഇരിക്കുന്ന ആൾ തന്നെ സാധന ചെയ്യുന്നുണ്ടെങ്കിൽ ആ സാധനയ്ക്ക് ചെയ്യേണ്ട അയാളുടെ ധർമ്മങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം പറയുന്നു. കാലദേശാടിസ്ഥാനത്തിൽ മുകളിൽ പറഞ്ഞ സൃഷ്ടിസ്ഥിതി, പ്രളയം, ഉപാസന, പുരസ്ചരണം, ദേവപൂജ, കാര്യസിദ്ധി, ഷഡ്കർമ്മം, ധ്യാനയോഗങ്ങൾ, സൃഷ്ടിതത്വം, ജ്യോതിഷം, നിത്യകൃത്യങ്ങൾ, വിവിധ ആഗമക്രമങ്ങൾ, വിവിധ സാധനാക്രമങ്ങൾ, തീർത്ഥവിധികൾ, കൽപ്പം, ദാനധർമ്മം, രാജധർമ്മം, സാധനാധർമ്മം, യുഗധർമ്മം തുടങ്ങി കാലദേശത്തിൽ അടിസ്ഥാനത്തിലുള്ള സർവ്വവ്യവഹാരങ്ങളെയും ചേർത്ത് ആഗമങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാം. വിഷയങ്ങളെ ബേസ് ചെയ്ത് ബാഹ്യമായ മെറ്റീരിയലായിട്ടുള്ള സബ്ജക്റ്റുകളെ ബേസ് ചെയ്തിട്ടുള്ള സദാഗമങ്ങളെന്നും ആന്തരികമായിട്ടുള്ള നിർഗുണോപാസനകളെ ബേസ് ചെയ്തിട്ടുള്ള ആഗമങ്ങളെ നിർഗുണാഗമങ്ങളെന്നും പറയുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗണനം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള തന്ത്രഗ്രന്ഥങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു ആചാര്യന്മാർ. 6000 തന്ത്രഗ്രന്ഥങ്ങൾ വൈഷ്ണവത്തിലും 10,000 തന്ത്രഗ്രന്ഥങ്ങൾ ശൈവത്തിലും, 1,00,000 ശാക്തേയം തന്ത്രഗ്രന്ഥങ്ങളും, 1000 ഗണേശതന്ത്രങ്ങളും, 2000 സൗരതന്ത്രങ്ങളും, 7,000-ത്തിലധികം തന്ത്രം വേറെയും, യക്ഷ, ഭൂത, ഗന്ധർവ, അപ്സരസ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെ പ്രതിപാദിക്കുന്ന അധോആമ്നായങ്ങളിൽ പെടുന്ന നിരവധി വിഷയങ്ങൾ, അതിലൊക്കെ വരും ചാത്തനൊക്കെ. അപ്പം അങ്ങനെ പല വിഷയങ്ങളെ പറ്റിയും പറയുന്ന, മുക്തിപ്രദമല്ലാത്ത എന്നാൽ ഭൗതിക സുഖങ്ങൾ ധാരാളം തരുന്ന ഉപാസ്യ ദേവതകളെ കുറിച്ച് പറയുന്ന തന്ത്രങ്ങളും, അതുപോലെ ഒരുപാട് വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തന്ത്രങ്ങൾ, കാമകലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തന്ത്രങ്ങളും, ചികിത്സകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തന്ത്രങ്ങൾ, വാസ്തുശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തന്ത്രഗ്രന്ഥങ്ങൾ, അതുപോലെ തന്നെ ലൈംഗിക വിഷയങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല തന്ത്രഗ്രന്ഥങ്ങളും, അങ്ങനെ ഭൗതികപരമായിട്ടുള്ള അനവധി വിഷയങ്ങളെക്കുറിച്ച് പറയുന്ന തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്ര തന്ത്രഗ്രന്ഥങ്ങൾ ഓരോ ദേശത്തിനനുസരിച്ചും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള പല ഗ്രന്ഥങ്ങളിലും പറയുന്ന ഈ ഡിവിഷൻസ്, ക്ലാസിഫിക്കേഷനിൽ തന്നെ ഭയങ്കര പരസ്പര വൈരുദ്ധ്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം കാശ്മീര ശൈവ സമ്പ്രദായം, കാശ്മീര ശൈവിസം എന്ന പേര് വന്നത് തന്നെ അടുത്ത കാലത്താണ്. JC ചാറ്റർജിയുടെ കാലത്തിന് ശേഷമാണ് അതങ്ങനെ വരുന്നത്. പക്ഷെ നമുക്കിപ്പം കാശ്മീര ശൈവ സമ്പ്രദായങ്ങളെക്കുറിച്ച് പറയുമ്പം ദുർവാസാവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അത് നമുക്ക് ആ സമയത്ത് വിശദമായിട്ട് പറയാം. കാശ്മീര ശൈവ സമ്പ്രദായത്തെക്കുറിച്ച് പറയുമ്പോൾ പറയാം. ഇവിടെ കാശ്മീര ശൈവ സമ്പ്രദായത്തിൽ പ്രധാനമായിട്ടും ചതുർ ആമ്നായങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഡിവിഷനുണ്ട്. തന്ത്രം ശിവന്റെ മുഖത്ത് നിന്ന് വന്നതായത് കൊണ്ടും തന്ത്രത്തെ 5 ആമ്നായങ്ങളായിട്ട് മറ്റ് ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നു. ഊർധ്വമുഖത്തിൽ നിന്ന് വന്നുള്ളതുകൊണ്ട് ഊർധാമ്നായമെന്നും, പൂർവ്വമുഖത്തിൽ നിന്ന് വന്നുകൊണ്ട് പൂർവാമ്നായമെന്നും, ദക്ഷിണമുഖത്തിൽ നിന്ന് വന്നതുകൊണ്ട് ദക്ഷിണാമ്നായെന്നും, ഉത്തരമുഖത്തിൽ നിന്ന് വന്നതുകൊണ്ട് ഉത്തരാമ്നായെന്നും, പശ്ചിമമുഖത്തിൽ നിന്ന് വന്നതുകൊണ്ട് പശ്ചിമാമ്നായം എന്ന് പറഞ്ഞിട്ട് 5 ആയിട്ട് തരംതിരിക്കുക. അതൊരു ക്ലാസിഫിക്കേഷനാണ്. കാമികാഗമം അനുസരിച്ച് രുദ്രന്റെ ഈ 5 മുഖങ്ങളിൽ നിന്നും 5 ആമ്നായങ്ങൾ ഉണ്ടായി എന്നുമാണ് പറയപ്പെടുന്നത്. ഈ 5 മുഖങ്ങൾ സദ്യോജാതൻ, വാമദേവൻ, അഘോരൻ, തൽപുരുഷൻ, ഈശാനൻ എന്നിങ്ങനെയാണ്. ഈ 5 മുഖത്തിൽ നിന്നും 28 ആഗമങ്ങൾ ഉണ്ടായതായിട്ടും പറയുന്നു. ഈ 28 ആഗമങ്ങളും 5 മാർഗങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ 5 മുഖത്തു നിന്ന് വന്ന 5 മാർഗങ്ങൾ: 1 ലൗകിക മാർഗം, 2 വൈദിക മാർഗം, 3-മത്തത് അധ്യാത്മിക മാർഗം, 4-മത്തത് ആദിമാർഗം, 5-മത്തത് മന്ത്രമാർഗം, മന്ത്രാത്മകം അല്ലെങ്കിൽ മന്ത്രമാർഗം എന്ന് പറയും. ഇത് വേറൊരു തരത്തിൽ വേറെ ചില ഗ്രന്ഥങ്ങളിൽ ഊർധ്വമുഖത്തിൽ നിന്നും മുക്തിരൂപമായിട്ടുള്ള സിദ്ധാന്ത ആഗമങ്ങളും, അതുപോലെ തന്നെ പൂർവ്വമുഖത്തിൽ നിന്ന് എല്ലാത്തരം വിപത്തുകളെയും നശിപ്പിക്കുന്ന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തന്ത്രങ്ങളും, അതുപോലെ ഉത്തരമുഖത്തിൽ നിന്നും വശ്യതന്ത്രങ്ങളും, പശ്ചിമ മുഖത്തു നിന്നും ഭൂതഗ്രഹ നിവാരണങ്ങളായിട്ടുള്ള ഭൂതതന്ത്രങ്ങളും, ദക്ഷിണമുഖത്തു നിന്നും ഭൈരവതന്ത്രങ്ങൾ ഉണ്ടായി എന്നും ഒരു ഡിവിഷൻ. പല അഭിപ്രായമുണ്ട്, അതിൽ ഒരു ഡിവിഷൻ. ഈ ആമ്നായ ഭേദങ്ങളെ ശാക്തേയ തന്ത്രങ്ങളിൽ കുറേ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. അതിൽ ശാക്തേയ തന്ത്രഗ്രന്ഥങ്ങളിൽ ആമ്നായങ്ങളുടെ ലോകമാണ് കേട്ടോ. അപ്പം ശക്തി സംക്രമ തന്ത്രം അനുസരിച്ച്
6 തരത്തിലുള്ള ആംനായങ്ങളെ പറയുന്നു. ഇതിനെല്ലാം കൂടെ ക്രോഡീകരിച്ച് രണ്ട് വിദ്യയായിട്ട് തിരിക്കുന്നു. അത് ഒന്നാമത്തേത് കാതിവിദ്യ എന്നും രണ്ടാമത്തേത് ഹാദിവിദ്യ എന്നും പറയുന്നു. കാതിവിദ്യ എന്ന് പറയുന്നത് കാളിയുടെ ശക്തി സ്വരൂപിണിയായിരിക്കുന്ന കാളിയുടെ കുലത്തിൽപ്പെടുന്നതും, ഹാദിവിദ്യ എന്ന് പറയുന്നത് ത്രിപുരസുന്ദരിയുടെ ചിജ്ഞാന ഗോചരയായിരിക്കുന്ന ത്രിപുരസുന്ദരിയുടെ ലോകവുമായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദേവതകളുടെ ഉപാസനയെക്കുറിച്ചും അതിൻ്റെ കുലങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. അപ്പം നിരുത്തര തന്ത്രത്തിൽ ഈ കുലദ്വയത്തെ തിരിച്ചിട്ട് അതിൻ്റെ ദേവതകളെക്കുറിച്ചും പറയുന്നുണ്ട്. കാളീകുലത്തിൽ കാളി, താര, രക്തകാളി, ഭുവന, അതേപോലെ തന്നെ മഹിഷമർദിനി, പ്രത്യങ്കര, ത്രിപുട, ദുർഗ എന്നീ ദേവതകൾ കാളീകുലത്തിൽ വരും എന്നും, ശ്രീകുലത്തിൽ സുന്ദരി, ത്രിപുരസുന്ദരി, ഭൈരവി, ബാല, ബഗ്ള, കമല, മാതങ്കി, സ്വപ്നവതി, മഹാകാളി, മധുമതി എന്നിങ്ങനെ പറയും. എനിക്ക് തോന്നുന്നു ഈ ശ്രീകുലത്തിൽ വരുന്ന കാളിയും ഭൈരവിയും, ശക്തി ഭൈരവി എന്ന് പറയുന്ന ദേവതയും, അതുപോലെ തന്നെ ഈ ശ്രീകുലത്തിൽ വരുന്ന മഹാകാളിയും ഒക്കെ കേരളീയമായിട്ടുള്ള ഒരു ആചാരക്രമവുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആണെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളീയമായിട്ടുള്ള ഭദ്രകാളി പദ്ധതിയിലെ ദശാക്ഷരി മന്ത്രം എന്ന് പറയുന്നത് ഈ ബാലയുടെ മന്ത്രമായിട്ടും വളരെ അടുത്ത് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട്, ബാലയുടെ മന്ത്രവും അതുപോലെ തന്നെ ഭൈരവി മന്ത്രവുമായിട്ടും ഒക്കെ കുറേ അടുത്ത് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ശ്രീകുലത്തിനകത്തൊരു മഹാകാളി പറയുന്നതായിരിക്കാം പിന്നീട് ചിലപ്പം ദാരികജിത്തായിട്ടൊക്കെ മാറിയിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദാരികജിത്തിൻ്റെ കഥ, ഈ ദാരികാസുരനെ വധിച്ച കാളിയുടെ കഥ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. മാർക്കണ്ഡേയ പുരാണ അന്തർഗതമായിട്ട് വിശ്വസിക്കപ്പെടുന്ന ഈ കാളിയുടെ ഉൽപ്പത്തി, ഭദ്രോൽപ്പത്തി എന്ന് പറയുന്ന ഭാഗം ഒറിജിനൽ മാർക്കണ്ഡേയ പുരാണത്തിലില്ല എന്നുള്ളതും അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. അപ്പം ഒരുപക്ഷെ ഈ ശ്രീകുലത്തിനകത്തുള്ളത് കൊണ്ടായിരിക്കാം ബാലാബീജങ്ങളൊക്കെ ഈ കാളിയുടെ പദ്ധതിയായിട്ട് വന്നിട്ടുള്ളതെന്ന് നോക്കാം. അതുപോലെ മഹാസിദ്ധിസാര തന്ത്രത്തിൽ ജഗത്തിനെ 3 വിഭാവനകളായിട്ട് ചെയ്തിട്ട് അതനുസരിച്ച് സാധനയെയും ഗ്രന്ഥങ്ങളെയും അവർ തരംതിരിച്ചിട്ടുണ്ട്. അത് ഒന്നാമത്തെ രഥക്രാന്ത, രണ്ടാമത്തെ വിഷ്ണുക്രാന്ത, മൂന്നാമത്തേത് അശ്വക്രാന്ത എന്നിങ്ങനെയാണ്. ഇവയ്ക്കോരോന്നിനും സ്വന്തം ദൃഷ്ടിയെ ആസ്പദമാക്കി 64 തന്ത്രങ്ങളെക്കുറിച്ച് പറയുന്നു. ഈ അടുത്ത വിഷയം ഈ 64 തന്ത്രങ്ങളെക്കുറിച്ച് ശ്രീകണ്ഠ സംഹിതയിലും ലക്ഷ്മീധരൻ്റെ വാമകേശ്വര തന്ത്രത്തിലും ഭാസ്കരായരുടെ മതമനുസരിച്ച് പറയുന്ന ഗ്രന്ഥത്തിലും, ഭാസ്കരായ മതമനുസരിച്ചും തോടലോത്തര തന്ത്രം അനുസരിച്ചും മഹാസിദ്ധിസാര തന്ത്രം അനുസരിച്ചും ഈ 64 തന്ത്രം പലയിടത്തും വേറെ വേറെ. ഈ ശ്രീകണ്ഠ സംഹിതയിലെ പറയുന്നതുമായിട്ടും ലക്ഷ്മീധര വാമകേശ്വര തന്ത്രത്തിൽ പറയുന്നതായിട്ടും ഭാസ്കരായ മതമനുസരിച്ച് പറയുന്നതായിട്ടും തോടലോത്തര തന്ത്രം അനുസരിച്ചും മഹാസിദ്ധിസാര തന്ത്രം അനുസരിച്ചുമുള്ള തന്ത്രഭേദങ്ങൾ വ്യത്യാസമുണ്ട്. ഈ 64 തന്ത്രം ഈ വിശ്വകൽപ്പനയായി പറയപ്പെടുന്ന രഥക്രാന്ത, വിഷ്ണുക്രാന്ത, അശ്വക്രാന്ത എന്ന് പറയുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ 64 തന്ത്രങ്ങൾ ആചാര്യന്മാർക്ക് തന്നെ വിഭിന്ന അഭിപ്രായങ്ങളാണ്. ഇതാണ് 64 എന്ന് ഒരാളുടെ അഭിപ്രായം. ലക്ഷ്മീധര വാമകേശ്വര തന്ത്രത്തിൽ പറയുന്ന അഭിപ്രായമല്ല ഭാസ്കരായർ പറയുന്നത്. അപ്പോൾ ഈ ആചാര്യന്മാർക്ക് തന്നെ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യുക? അവരവരുടെ ഗുരുമുഖത്തു നിന്ന് തന്നെ പഠിക്കുക. വേറൊരാളുടെ പദ്ധതിയെക്കാളിലും നല്ലത് എൻ്റെ പദ്ധതിയാണെന്ന് വഴക്കടിക്കാതിരിക്കുക. ഗുരുമുഖത്തു നിന്ന് തന്നെ പഠിക്കുക. നമ്മുടെ പരമ്പരയിൽ എന്തായാലും സിദ്ധഗുരുക്കന്മാർ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ അതിൻ്റേതായ ഗുണം നമുക്ക് ഉണ്ടാവും. സാധനയാണ് മുഖ്യം, തപസ്സാണ് മുഖ്യം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ശാക്തേയ തന്ത്രങ്ങളിൽ പൂർവാംനായം, ദക്ഷിണാംനായം, ഉത്തരാംനായം, ഊർധാംനായം എന്നും അതുപോലെ തന്നെ പാതാളാംനായം എന്നും പറയുന്നു. നാഗശക്തികളെക്കുറിച്ച് പറയുന്ന ആംനായങ്ങളാണ് പാതാളാംനായങ്ങൾ എന്നുള്ളത് കൊണ്ട് തന്നെ നാഗോപാസനകളും അതുപോലെ നാഗവിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിദ്യകളുമൊക്കെ പാതാളാംനായങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാതാളാംനായത്തിൽ നിന്നും സർപ്പവിഷയങ്ങൾ, നാഗശക്തികളെക്കുറിച്ച് പറയുന്നത് കൊണ്ട് സർപ്പങ്ങളെക്കുറിച്ചുള്ള തന്ത്രങ്ങളെ, സർപ്പങ്ങളെക്കുറിച്ചുള്ള വിഷയങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പാതാളാംനായ തന്ത്രങ്ങളെ പാതാളതന്ത്രങ്ങൾ എന്ന് പറയുന്നു. ഇങ്ങനെ സമ്പ്രദായ വിവേചനമനുസരിച്ച് അനവധി വിഷയങ്ങളും അനവധി ഗ്രന്ഥങ്ങളുമാണ്
തന്ത്രഗ്രന്ഥത്തിലുള്ളത്. ഈ പറയുന്നതിലൊന്നും തന്നെ എത്രത്തോളം പൂർണ്ണമാക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. കാരണം പല ഗ്രന്ഥങ്ങളിൽ പല ഡിഫറെൻ്റ് അഭിപ്രായങ്ങളാണ്. അത്രത്തോളം ക്ലാസിഫിക്കേഷൻ എന്നാണ്. ഞാൻ എപ്പോഴും പറഞ്ഞ ഒരു കാര്യമുണ്ട്, മഹാദേവൻ തന്നെ പറയുന്ന ഒരു കാര്യം ഭഗവതിയോടെ ഇത് അളക്കാൻ കഴിയില്ല. കാരണം അത്രത്തോളം അറിവിൻ്റെ ഖനിയാണിത്. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല സമ്പ്രദായം ഏത് സ്വീകരിക്കും എന്നുള്ളത് ചോദിച്ചാൽ, ഇത്രയും ദേശങ്ങളിൽ അതാത് കാലത്തിനനുസരിച്ച് അതാത് സ്ഥലങ്ങൾക്കനുസരിച്ച് അനവധി തന്ത്രവിഷയങ്ങളുണ്ടായപ്പം ഏത് സ്വീകരിക്കും എന്നുള്ളത് ചോദിച്ചാൽ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കേരളാശ്ചൈവ കാശ്മീരോ ഗൗഡശ്ചൈവ തൃതീയക സമ്പ്രദായത്രയം പ്രോക്തം സർവസിദ്ധിപ്രദായകം. കേരളവും കാശ്മീരവും ഗൗഡ സമ്പ്രദായം ആയിട്ടുള്ള ഈ 3 തന്ത്രങ്ങളെ ഏറ്റവും പ്രധാനമായിട്ട് കാണണം. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അറിവും അതുപോലെ തന്നെ സർവസിദ്ധിപ്രദായങ്ങളായിട്ടുള്ള സർവ്വ വിഷയങ്ങളും ഈ 3 സമ്പ്രദായത്തിലാണ് കിടക്കുന്നതും. അതുപോലെ തന്നെ കേരള സമ്പ്രദായത്തെ ശൈവ കേരളമെന്നും ശാക്തേയ കേരളമെന്നും ശിവശക്തി കേരളമെന്നും തിരിച്ച് ഗുപ്തം, ഉഗ്രം, ശുദ്ധം എന്നുള്ള രീതിയിൽ അതിനെ തരംതിരിക്കും. അതുപോലെ കാശ്മീരത്തെയും ഇതുപോലെ ശൈവ കാശ്മീരമെന്നും ശക്തി കാശ്മീരമെന്നും ശിവശക്തി കാശ്മീരമെന്നും ഈ ഗുപ്തം, ഉഗ്രം, ശുദ്ധം എന്നുള്ള രീതിയിലും അതുപോലെ ഗൗഡതന്ത്രത്തെയും ഇതുപോലെ തരംതിരിക്കും. ഇനി നമുക്ക് ഷഡ്ദർശനങ്ങൾ, പ്രധാനമായിട്ടും ഈ തന്ത്രഗ്രന്ഥം ഏത് ദർശനത്തെ ആസ്പദമാക്കിയാണ് വരുന്നതെന്നും കൂടിയുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പം ദർശനത്തിൽ തന്നെ വിവിധ പ്രസ്ഥാനഭേദങ്ങൾ, അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ആചാര്യന്മാരുടെ മതഭേദങ്ങൾ, ഓരോ ദർശനത്തിനും വ്യത്യസ്ത പ്രസ്ഥാനഭേദവും, ഇങ്ങനെ വിസ്തൃതവും അതിവൈഷ്ട്യവുമായിട്ടാണ് ഭാരതവർഷത്തിലെ തന്ത്രയുടെ ലോകം കിടക്കുന്നത്. കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. കാരണം അത്രത്തോളവും ക്ലാസിഫിക്കേഷൻസ് ആണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് പിന്നീട് കേരള തന്ത്രത്തിലേക്ക് വരുമ്പോഴത്തേക്ക് സമയം, മിശ്രം, കൗളം എന്നുള്ളത് വരും. അപ്പം സമയാചാരം ആന്തരികമായിട്ടുള്ള സാധാരണ ആണെന്നും കൗളാചാരം എന്ന് പറയുന്നത് ഈ പഞ്ചമകാരങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ക്രിയയാണെന്നും ഇതിൻ്റെ രണ്ടിൻ്റെയും സ്വാത്വിക ഫോർമാറ്റായിട്ടുള്ള മിശ്രാചാരമാണ് കേരളീയ താന്ത്രികർ ഫോളോ ചെയ്യുന്നതും, കേരളീയ ക്ഷേത്ര സമ്പ്രദായത്തിലെ മിക്ക ക്ഷേത്രങ്ങളും സാത്വികമായ രീതിയിൽ ഈ മിശ്രാചാരത്തെയാണ് ഫോളോ ചെയ്യുന്നതും ഒക്കെ കേരളീയ ഗ്രന്ഥങ്ങളുടെ ക്ലാസിഫിക്കേഷനും ഡിവിഷൻസും ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നമുക്ക് ഇനിയും വേണ്ടത് ഒരു വിഷയവും കൂടെ പൊളിച്ചെഴുതണം. ഈ ആര്യൻ ദ്രാവിഡൻ എന്ന് പറഞ്ഞ ആ വിഷയം നമ്മളൊരു പരിധിവരെ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്കൊരു വിഷയവും കൂടെ പൊളിച്ചെഴുതേണ്ടതുണ്ട്. പല ഗ്രന്ഥങ്ങളിലും പല ആൾക്കാരും പറയുന്നത് കേരളീയ തന്ത്രവും ഒക്കെ വന്നിട്ടുള്ളത് ബുദ്ധ മതത്തിൽ നിന്നുമാണ്, ബുദ്ധതന്ത്രത്തിൽ നിന്നുമാണ് കേരളത്തിലേക്ക് തന്ത്രം വന്നത്. അതുപോലെ തന്നെ ജൈന താന്ത്രികന്മാരുടെ ഇടയിൽ നിന്നുമാണ് ഈ തന്ത്രമെല്ലാം ഇവിടേക്ക് വന്നത് എന്നൊക്കെയുള്ള ചില അഭിപ്രായങ്ങളുണ്ട്. ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. പൊതുവിൽ സനാതനധർമ്മത്തിൻ്റെ മെയിനായിട്ടുള്ള ദർശനങ്ങളെ 6 ഓർത്തഡോക്സ് സ്കൂളായിട്ടാണ് പറയുന്നത്. നമ്പർ 1 ഈസ് ന്യായം, രണ്ടാമത്തത് സാഖ്യം, മൂന്നാമത്തത് യോഗം, നാലാമത്തേത് വൈശേഷികം, അഞ്ചാമത്തേത് പൂർവമീമാംസ, അടുത്തത് ഉത്തരമീമാംസ. ഈ പൂർവമീമാംസയും ഉത്തരമീമാംസയും തമ്മിൽ പലപ്പോഴും പലയിടത്തും ഇൻ്റർ റിലേറ്റഡ് ആണ്. അപ്പം ഇത്രയും കൊണ്ട് മാത്രം വൈദിക വിഷയങ്ങളെയും പല കാര്യങ്ങളെയും നമുക്ക് പറയാമെങ്കിലും സർവദർശന സംഗ്രഹനായിട്ടുള്ള മഹാപണ്ഡിതനും യോഗിയായിരുന്ന മാധവാചാര്യൻ 16 ദർശനങ്ങളെ അദ്ദേഹം പറയുന്നു. ശങ്കരാചാര്യരുടെ ദർശനം, പതഞ്ജലിയുടെ യോഗദർശനം. ഈ പതഞ്ജലിയുടെ മാത്രമല്ല യോഗദർശനം കേട്ടോ. കാശ്മീര ശൈവ സമ്പ്രദായത്തിൽ യോഗദർശനത്തെക്കുറിച്ച് പറയുമ്പം ഈ അഷ്ടാംഗ യോഗം എന്ന് പറയുന്ന പതഞ്ജലിയുടെ സമ്പ്രദായമായിട്ട് കുറച്ച് വ്യത്യാസങ്ങൾ, 6 അംഗങ്ങളോട് കൂടിയിട്ടുള്ള യോഗമാണ് കാശ്മീര ശൈവ ദർശനങ്ങളിൽ പറയുന്നത്. ആ 6 അംഗങ്ങളിൽ ഈ പതഞ്ജലി യോഗസൂത്രത്തിൽ പറയുന്ന പല വിഷയങ്ങളുമായിട്ട് ഒരു വ്യത്യാസം ഉണ്ട്. അത് നമുക്ക് അത് പറയുന്ന സമയത്ത് പറയാം. ഇവിടെ മാധവാചാര്യർ 16 ദർശനങ്ങളിൽ പറയുമ്പം ശങ്കരാചാര്യരുടെ ദർശനമായിട്ടുള്ള വേദാന്ത ദർശനം, രണ്ടാമത് പതഞ്ജലിയുടെ യോഗദർശനം, അതുപോലെ തന്നെ കപിലൻ്റെ സാഖ്യദർശനം മൂന്നാമത്തത്, പാണിനി മഹർഷിയുടെ പാണിനീയം, അതുപോലെ തന്നെ ജൈമിനി മഹർഷിയുടെ ജൈമിനീയ ദർശനം, അതുപോലെ തന്നെ ഗൗതമൻ്റെ ന്യായദർശനം, കണാഥൻ്റെ വൈശേഷിക ദർശനം, രസേശ്വര ദർശനം, അതുപോലെ തന്നെ മോക്ഷത്തെക്കുറിച്ച് പറയുന്ന പ്രത്യഭിജ്ഞാ ദർശനം, 4 അധികാരഭേദങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അതും നമുക്ക് പ്രത്യഭിജ്ഞയെക്കുറിച്ച് പറയുന്ന സമയത്ത് കാശ്മീര ശൈവ സമ്പ്രദായം പറയുമ്പോൾ എന്തായാലും പ്രത്യഭിജ്ഞാ ദർശനം പറയേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് പറയാം.
പ്രത്യഭിജ്ഞാ ദർശനത്തിന് അധികാരഭേദമനുസരിച്ച് 4ആയിട്ടൊക്കെ തരംതിരിക്കും. അത് നമുക്ക് ആ സമയത്ത് പറയാം. അതുപോലെ തന്നെ ശൈവദർശനം, അതുപോലെ തന്നെ ദ്വൈതാദ്വൈതവാദത്തെ പറയുന്ന നകുലീശ പാശുപത ദർശനം, അതുപോലെ തന്നെ പൂർണ്ണപ്രജ്ഞ രാമാനുജാചാര്യരുടെ രാമാനുജ ദർശനം, അതുപോലെ തന്നെ ജൈന ദർശനം, ബൗദ്ധ ദർശനം, അതുപോലെ ചാർവാക ദർശനം, ചാർവാകന്മാരുടെ ചാർവാക ദർശനം, ജൈനവും ബൗദ്ധവും ചാർവാകം തുടങ്ങി 16 ദർശനങ്ങൾ പറയുന്നു. ഇതിൽ ആസ്തിക നാസ്തിക വിഭാഗങ്ങളായിട്ട് തരം തിരിച്ച് മാധവാചാര്യർ തന്നെ പറയുന്നുണ്ട്. ബുദ്ധമതമാണ് തന്ത്രം കൊണ്ടുവന്നത്, ജൈനമാണ് തന്ത്രം കൊണ്ടുവന്നത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ബുദ്ധൻ്റെ കാലത്തിന് മുമ്പ് മുതലേ അവിടെ തന്ത്രം ഉണ്ടായിരുന്നുവെന്നും താരാദേവിയുടെ പീഠമായിരുന്നത് കൊണ്ട് തന്നെ പിന്നീട് ബുദ്ധൻ്റെ കാലത്തിന് ശേഷം ഒരുപാട് പേര് മഹായാന ബുദ്ധിസത്തിൽ നിന്നും പൂർവാചാരങ്ങളായിട്ടുള്ള താരാ ഉപാസനയിലേക്ക് പോവുകയും വജ്രയാന ബുദ്ധിസം ഉണ്ടായി എന്നാണ് പറയുന്നത്. എന്നാൽ ചില ആൾക്കാർ പറയുന്നത് ബുദ്ധൻ തന്നെയാണ് വജ്രയാന ബുദ്ധിസം ഇംപ്ലിമെൻ്റ് ചെയ്തത് എന്നും പറയുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തർക്കം നടക്കുന്നുണ്ട്, അതവിടെ നടക്കട്ടെ. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, ഭാരതീയ ഋഷിമാരുടെ സമ്പ്രദായമായിരിക്കുന്ന ഒരുപാട് ഋഷിമാരുടെ കോൺട്രിബ്യൂഷൻസ് ആയിരിക്കുന്ന തന്ത്രശാസ്ത്രവും ജൈനമതവും ബുദ്ധമതവും ഉണ്ടായിരുന്ന കാലഘട്ടത്തിന് മുമ്പ് മുതലേ തന്ത്രശാസ്ത്രം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം ശേഷം അല്ലെങ്കിൽ ആ കാലഘട്ടത്തോടൊപ്പം വീണ്ടും അവിടെ പണ്ടുണ്ടായിരുന്ന താന്ത്രിക രീതികളെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റേതായ കലകളിലൂടെയാണ് പിന്നീട് മുന്നോട്ട് പോയിട്ടുള്ളത്. അതിന് കേരളത്തിലും തെളിവുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കേരളത്തിൽ വൈദികാചാരം താന്ത്രികാചാരത്തിലേക്ക് കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ താന്ത്രികാചാരം വൈദികാചാരത്തിലേക്കും കയറിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 4ആയിട്ട് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ തുടക്കം തന്നെ നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. 4ആയിട്ട് തിരിഞ്ഞിരിക്കുന്നു: ശുദ്ധ വൈദികൻ, വൈദിക താന്ത്രികൻ, താന്ത്രിക വൈദികൻ എന്നൊക്കെ പറഞ്ഞ് 4ആയിട്ട് തിരിക്കുമ്പം കേരളത്തിലെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തന്ത്രഗ്രന്ഥങ്ങൾ പലതും വൈദികവും താന്ത്രികവുമായിട്ടുള്ള മിക്സ്ചറാണ്. അതങ്ങനെയാണ് പോകുന്നത്, മിക്സ് ചെയ്താണ് പോകുന്നത്. വൈദിക സൂക്തങ്ങളുടെ ഒരുപാടെടുത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ താന്ത്രിക ക്രിയാപദ്ധതികളും അതുപോലെ തന്നെ തത്വാടിസ്ഥാനത്തിലുള്ള സൂക്ഷ്മ വിഷയങ്ങളെക്കുറിച്ചും ഷഡാധാരങ്ങളെക്കുറിച്ചും ഒക്കെ തന്ത്രത്തിൻ്റെ കോൺട്രിബ്യൂഷൻസും അവിടെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഇഴുകിച്ചേരൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ട്. ബുദ്ധമതം പിന്നീട് തന്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വജ്രയാന ബുദ്ധിസം എന്ന് പറയുന്നൊരു വലിയ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരിതും, അതുപോലെ തന്നെ ദുർമന്ത്രവാദവും ഒരുപാട് അവിടെ അന്ന് നിലനിന്നിരുന്ന പല കാര്യങ്ങളും. മില്ലരേപ്പയുടെ കഥയിൽ അദ്ദേഹത്തിൻ്റെ പൂർവ്വ ചരിത്രങ്ങൾ പറയുന്ന സ്ഥലത്തൊക്കെ അദ്ദേഹം ചെയ്തിരുന്ന ദുർമന്ത്രവാദ ക്രിയകളൊക്കെ ബുദ്ധൻ്റെ കാലത്തിന് ശേഷവും ഉണ്ടായിരുന്നു. പണ്ടുണ്ടായിരുന്ന ദുർമന്ത്രവാദ വിഷയങ്ങളിലേക്കൊക്കെ പിന്നീട് ബുദ്ധിസത്തിൻ്റെ കണക്ഷൻ വന്നപ്പോഴാണ് വാസ്തവത്തിൽ ഹീനയാന ബുദ്ധിസം എന്ന് പറയുന്ന ഒരു വിങ് ഉണ്ടായെന്നും ഇതിനെക്കുറിച്ചുള്ള സ്റ്റഡീസൊക്കെ പറയുന്നു. അപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഏറ്റവും പഴയത് ഏതാണെന്ന് ചോദിച്ചാൽ ശൈവ സമ്പ്രദായമാണെന്ന് പറയാം, ഇതുവരെ കിട്ടിയ അറിവുകൾ വെച്ചിട്ട്. കാരണം ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഭാഗമായിട്ടൊക്കെ കിട്ടിയിട്ടുള്ള മഹാദേവൻ ഗ്രഹം അതുപോലുള്ള പല കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ശൈവ കാര്യങ്ങളാണ്. പല ഗ്രേ ഷെയ്ഡുകളുള്ള ഒരുപാട് പാത്രങ്ങളും ഒരു ശൈവ കൾട്ടിലേക്കാണ് നമ്മളെ ഇതുവരെയുള്ള അറിവ് വെച്ചിട്ട് നമ്മളെ വിരൽ ചൂണ്ടുന്നത്. ഇപ്പോൾ കുറച്ചൊക്കെ മനസ്സിലായല്ലോ, ആര്യൻ ഇൻവേഷൻ തിയറി എന്ന് പറയുന്നതൊക്കെ ഒരു പ്രൊപ്പഗൻഡയുടെ ഭാഗമാണെന്നും അതുപോലെ തന്നെ ഈ ബുദ്ധമതത്തിൽ നിന്നുമാണ് തന്ത്രം ഉത്ഭവിച്ചത് എന്ന് പറയുന്നതും ഒക്കെ വെറും ഒരു തോന്നൽ മാത്രമാണ് എന്ന് പറയുന്നതും ഒക്കെ നമുക്ക് ഏകദേശം മനസ്സിലായില്ലേ. അപ്പം നമുക്കിനിയും ഒരു കാര്യം കൂടെ നോക്കാം. ഈ അനേകായിരം ഗ്രന്ഥങ്ങൾ എങ്ങനെ ഇവിടെ ഉണ്ടാവുന്നു, ഈ കാലഘട്ടത്തിൽ ആരാണ് ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്നതെന്നൊക്കെയുള്ള ചിന്തകൾ വരും. അതുകൊണ്ട് തന്നെ തന്ത്രത്തിനൊരു ആധികാരികതയില്ല എന്ന് ചില വൈദിക ആചാര്യന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമുക്കപ്പം വ്യാസഭഗവാനെക്കുറിച്ചും വ്യാസഗ്രന്ഥങ്ങളെക്കുറിച്ചും വ്യാസഭഗവാൻ പറഞ്ഞിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചും കൂടി ഒന്ന് നമുക്ക് നോക്കാം. വ്യാസഭഗവാനെയും വൈദികമായിട്ടുള്ള പുരാണിക്കലായിട്ടുള്ള കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒന്നുകൂടെ നമുക്ക് ആ പുറമോട്ട് പോയി ഒരു കാര്യം ഒന്ന് ഓർത്ത് വെക്കാം. പരമാനന്തന്ത്രം പോലുള്ള പല തന്ത്രഗ്രന്ഥങ്ങളിലും അനാദിയാണ് തന്ത്രത്തിൻ്റെ അറിവ് എന്നും ഓരോ യുഗങ്ങളിലും ബ്രഹ്മാദികളായിട്ടുള്ള ദേവന്മാരാലും ഋഷി സിദ്ധഗണങ്ങളാലും അനേകായിരം താപസന്മാരാലും അനവധി തന്ത്രഗ്രന്ഥങ്ങൾ നിർമ്മിക്കപ്പെടും എന്ന് പറയുമ്പം അതിനതുപോലെ ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ തന്നെ 14 മന്വന്തരങ്ങളാണ് നമുക്കുള്ളത്. ഓരോ മന്വന്തരത്തിനും ഒരു മനു അധിപതിയായിരിക്കും. അതിൽ ഒരു മന്വന്തരം എന്ന് പറയുന്നത് 71 ചതുർയുഗങ്ങൾ ചേരുന്നതാണ്. ചതുർയുഗം എന്ന് പറയുന്നത് കൃതാദി 4 യുഗങ്ങൾ. കൃതായുഗം സത്യയുഗം, രണ്ടാമത്തത് ത്രേതായുഗം,
മൂന്നാമത്തത് ദ്വാപരയുഗം, നാലാമത്തെ കലിയുഗം. ഇങ്ങനെ 4 യുഗങ്ങൾ ചേരുമ്പം ആണ് ഒരു ചതുർയുഗം. ഇങ്ങനെ 71 ചതുർയുഗങ്ങൾ ചേരുന്നതാണ് ഒരു മന്വന്തരം എന്ന് പറയുന്നത്. ഈ 14 മന്വന്തരങ്ങൾ ചേരുന്നതാണ് ഒരു കൽപ്പം. ഒരു കൽപ്പം എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവൻ്റെ ഒരു പകലാണ്. അപ്പം അത്രയും വൈഡായിട്ടാണ് അതിൻ്റെ ഒരു ടൈം കാണുന്നത്. അപ്പം AD 2025 അല്ലെങ്കിൽ ഗ്രിഗേറിയൻ കലണ്ടർ വെച്ചിട്ട് 2025, അല്ലെങ്കിൽ കോമൺ ഇറ വെച്ച് നോക്കുകയാണെങ്കിൽ 2025 എന്ന് പറയുന്നത് ശ്വേതവരാഹകൽപ്പത്തിലെ സ്വയംഭൂവാദി മനുവിൻ്റെ മന്വന്തരത്തിലെ 7ാമത്തെ മനുവായിട്ടുള്ള സാവർണി മന്വന്തരമാണിത്. സാവർണി മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗത്തിലെ കലിയുഗമായിട്ടുള്ള 28ാമത് കലിയുഗത്തിൻ്റെ തുടക്ക ഭാഗമായിരിക്കുന്ന പാദത്തിൽ, അതിൻ്റെ പ്രഥമ പാദത്തിൽ 5126ാമത്തെ വർഷത്തിലാണ് നമ്മൾ ഈ സൃഷ്ടി എത്തി നിൽക്കുന്ന ഈ സമയത്താണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഓരോ ദ്വാപരയുഗത്തിലും ഓരോ വ്യാസന്മാർ അവതരിച്ച് പുരാണ സംഹിത രചിക്കും എന്നും പറയുന്നു. ഈ സാവർണി എന്ന് പറയുന്ന മനുവിനെ കുറിച്ച് ഉള്ള കഥ പറയുന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്ന ഭാഗമാണ് സുരത സമാധിമാർക്ക് സുമേധസ് മഹർഷി ഉപദേശിച്ചു കൊടുക്കുന്ന ദേവീ മഹാത്മ്യം എന്ന് പറയുന്ന ഗ്രന്ഥം. മാർക്കണ്ഡേയ പുരാണ അന്തർഗതമാണത്. ദേവിയുടെ കഥയെക്കുറിച്ച് സുരതനും സമാധി എന്ന് പറയുന്ന 2 പേർക്ക് ഈ മാർക്കണ്ഡേയ മഹർഷി ഉപദേശിച്ചു കൊടുക്കുന്നതാണിത്. അതിൽ സുരഥനാണ് പിന്നീട് സാവർണി മനുവായി മാറുന്നത്. സമാധി മോക്ഷം കിട്ടിപ്പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഈ ഗ്രന്ഥത്തിന് ഇത്ര പ്രസക്തിയും. ഈ ദേവി മഹാത്മ്യം കൊണ്ടാണ് ചണ്ഡികാഹോമം കഴിക്കുന്നതെന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ സ്വാവർണി മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗത്തിലെ വ്യാസനാണ് കൃഷ്ണദേവായനൻ എന്ന് പറയുന്ന വ്യാസൻ, പരാശര സത്യവതി പുത്രനായിരിക്കുന്ന വ്യാസൻ. ഈ മന്വന്തരത്തിലെ വ്യാസന് മുമ്പ് ഈ കഴിഞ്ഞുപോയ 27 ദ്വാപരയുഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള വ്യാസന്മാരെയും അവർ പുരാണങ്ങൾ ഓരോ രണ്ടിൽ വന്ന് നടത്തുന്നത്, ഓരോ കൽപ്പത്തിലും വന്ന് നടത്തുന്നതിന് 27 ദ്വാപരയുഗത്തിലെ വ്യാസന്മാരെ പറ്റി ദേവീ ഭാഗവതം, വിഷ്ണു ഭാഗവതം, മഹാഭാരതം എന്നീ ഗ്രന്ഥങ്ങളിൽ പറയുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ കൽപ്പത്തിൻ്റെ കണക്ക്, ഈ ഒരു വർഷത്തിൻ്റെ കണക്ക്, കലിസംഖ്യ അല്ലെ കലിയുഗം 5126 ആണ്ടെന്ന് പറഞ്ഞതിൻ്റെ കണക്കൊക്കെ സപ്താഹം എന്ന് പറയുന്നൊരു സാധനം സ്ഥിരം എല്ലാവരും കേൾക്കുന്നതല്ലേ, എല്ലാവരും കേൾക്കുന്ന അവിടെ മൂലം ഭാഗവതത്തിൻ്റെ 3ാം സ്കന്ധത്തിലുണ്ട്. എടുത്തു വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ആ വിഷയം മനസ്സിലാവും. അപ്പം 28ാമത്തെ മന്വന്തരത്തിലെ കലിയുഗത്തിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ 28ാമത്തെ മന്വന്തരത്തിലെ വ്യാസൻ കൃഷ്ണദേവായനായിരുന്നു. അടുത്തത് 29ാമത്തെ വ്യാസൻ അടുത്ത മന്വന്തരത്തിൽ കലിയുഗം കഴിഞ്ഞ് പിന്നെ സത്യയുഗം, അതുപോലെ തന്നെ ത്രേതായുഗം, ദ്വാപരയുഗം തുടങ്ങുമ്പം അടുത്ത 29ാമത്തെ വ്യാസൻ എന്ന് പറയുന്നത് ദ്രൗണിയാണ്. അദ്ദേഹത്തിന് വേറൊരു പേരുണ്ട്, അശ്വത്ഥാമാവ്. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ നിർത്താം. ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് തന്ത്രത്തിൻ്റെ അടുത്തൊരു സബ്ജക്റ്റുമായിട്ട്, മെയിൻ ഒരു സബ്ജക്റ്റുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.